ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പോയിന്റ് പട്ടികയിൽ 11ാം സ്ഥാനത്താണ്. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 3 മത്സരങ്ങളിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരിൽ പലരും ആ ഒരു പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഇപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷകൾ ഒന്നും വെക്കുന്നില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ചില ആരാധകരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ നിലവിലെ പോക്ക് പോയാൽ അതിന് സാധിക്കില്ല. മറിച്ച് വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ ആ ഒരു സെക്കൻഡ് ലെഗിൽ രണ്ടാം പാതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ശക്തമായി തിരിച്ചു വരാൻ കഴിയുമെന്നും അതുവഴി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം നമുക്ക് എക്സിൽ കാണാൻ കഴിയും. ഒരു ആരാധകൻ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സെക്കൻഡ് ലെഗിൽ നമുക്ക് ശക്തമായി തിരിച്ചു വരാൻ സാധിക്കും. അതിന് ചെയ്യേണ്ട കാര്യം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പല മത്സരങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ മത്സരങ്ങളിൽ ഒക്കെ തന്നെയും വിജയിക്കാൻ വേണ്ടി എതിരാളികൾ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗോൾ കീപ്പിംഗ് മെച്ചപ്പെടുത്തണം, മികച്ച ഒരു ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായോ അതല്ലെങ്കിൽ മികച്ച ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറായോ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു റൈറ്റ് വിങ് ഫോർവേഡ് വരണം. അതുപോലെ തന്നെ മികച്ച ഒരു സെൻറ്റർ ബാക്കിൻ്റെ അഭാവം ഇപ്പോൾ ടീമിനകത്തുണ്ട്, അത് പരിഹരിക്കണം. ഇതാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിട്ടുള്ളത്. അതായത് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുക, എന്നാൽ പിന്നീട് മികച്ച പ്രകടനം നടത്താൻ സാധിക്കും. മാത്രമല്ല ഒരു മികച്ച പരിശീലകനെയും ഇപ്പോൾ ക്ലബിന് ആവശ്യമുണ്ട്. കാരണം മിക്കേൽ സ്റ്റാറയുടെ ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരികയാണെങ്കിൽ അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.